ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. കഴിഞ്ഞ ക്ലാസ്സിൽ ദൂതന്മാരുടെ ആരംഭവും അവരുടെ പ്രത്യേകതകളും അല്ലെങ്കിൽ അവരുടെ ആസ്തിക്യവും സ്വഭാവവും നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. In the last class, we were able to discuss about angels, their creation, their characteristics, their makeup, and many other features which they possess. ഈ ക്ലാസ്സിൽ നമുക്ക് ദൂതഗണത്തിലെ വിവിധ വിഭാഗങ്ങളും അവരുടെ ശുശ്രൂഷകളും നമുക്ക് ചിന്തിക്കാം എന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. And in today's class, if God willing, we'll be looking at the different divisions into which angels are categorized and the different ministries which they do. ദൂതന്മാർ, ദൂതൻ എന്ന പദത്തിന് സന്ദേശവാഹകൻ എന്നാണ് അർത്ഥം. So the word angel, it means messenger. ദൂതൻ എന്ന പദം എല്ലാം ദൈവദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. And this word is not used for all the angels of God. രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And I'd like to give two examples about that. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ യോഹന്നാൻ സ്നാപകനെ ദൂതൻ എന്ന് വിളിച്ചിട്ടുണ്ട്. For example, in the Gospel according to Luke chapter 7 verse 27 to 28, we find Baptist John being referred to as an angel. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെ കുറിച്ചാകുന്നു. ഇത് ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. Here we find, behold, I send my messenger before your face who will prepare your way before you. ഈ പ്രവചനം മലാക്കി പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്നുള്ള ആ പ്രവചനം യോഹന്നാൻ സ്നാപകനിലൂടെ ഒരു ദൂതനായി ഈ ദൂത് അറിയിക്കുവാനായി ആ തിരുവെഴുത്ത് നിവൃത്തിയാക്കപ്പെടുകയാണ്. And in the book of Malachi chapter 3 verse 1, we find, behold, I send my messenger and he will prepare the way before me. And we find this prophecy being fulfilled by Baptist John, who came and did the same, who did the same. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ കാണുന്ന ദൂതന്മാർ അത് പ്രസ്തുത സഭയുടെ അധ്യക്ഷന്മാരാണ് എന്ന് നമുക്കറിയാം. In the book of Revelation chapter 1 and 2, we find the people who are mentioned to as messengers and angels here. They are we see that they are part of the church of God. ആകയാൽ ദൂതൻ എന്ന വാക്ക് മനുഷ്യദൂതവാഹിയാണോ അതോ ദൈവദൂതനെയാണോ എന്ന് സന്ദർഭം നോക്കിയാണ് മനസ്സിലാക്കേണ്ടത്. Therefore, whenever the term messenger or angel is used, it is always necessary to look at the context to understand whether it's being referred to, whether the reference is to a man or to the angel of God. നമുക്ക് ദൈവദൂതന്മാരിലേക്ക് തിരിയാം. Let us learn about the holy angels, the angels of God. ദൈവിക സന്ദേശവുമായി പോകുന്ന ദൈവദൂതന്മാർ. And specifically about the angels who go with a message of God. നമുക്ക് ഏറെ സുപരിചിതമായിരിക്കുന്ന സങ്കീർത്തനം 103-ന്റെ 20-ാം വാക്യം ഞാൻ ഇങ്ങനെ വായിക്കട്ടെ. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. Verse 20. So we find in Psalms 103 verse 20, it says, bless the Lord, you his angels who excel in strength, who do his word. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ഉടനെ അനുസരിക്കുന്ന അവന്റെ ദൂതന്മാരെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. This psalm tells us about the angels of God who hear the word of God and immediately obey it. അവരുടെ അനുസരണത്തിന്റെ ക്വാളിറ്റി അത് നമുക്ക് ഇവിടെ വളരെ വ്യക്തമാണ്. ഉടനെ അനുസരിക്കുകയാണ്. And it is evident to us the nature of their obedience. It's immediate. ആ ഗണത്തിൽ പെടുന്ന ദൂതന്മാരിൽ പ്രധാനിയാണ് ഗബ്രിയേൽ ദൂതൻ. And in the hierarchy of these angels, the primary one, the most important one is Gabriel. ആ വാക്കിന്റെ അർത്ഥം വളരെ ശ്രദ്ധേയമാണ്.
ദൈവത്തിന്റെ വീരപുരുഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. And if we examine the meaning of this word, of the name Gabriel, it means the strong man of God. നാം നേരത്തെയും ഗബ്രിയേൽ ദൂതനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിങ്കൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ എല്ലാം വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഉടനെ അറിയിക്കുന്നതിന് സന്ദേശവാഹകനായി ഗബ്രിയേൽ ദൂതനെയാണ് അയക്കപ്പെടുന്നത്. And if we discuss about Gabriel, we find him playing important roles before the birth of John the Baptist and before the birth of Jesus Christ, in both these times bringing important information. പുതിയ നിയമകാലത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും കാലഘട്ടത്തിലും ഗബ്രിയേൽ ദൂതന്റെ അനുസരണവും ശുശ്രൂഷയും നമുക്ക് വ്യക്തമായി കാണാനായിട്ട് കഴിയും. And not only during the New Testament, but also in the Old Testament, we find instances where Gabriel delivered messages and we see about his obedience. ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യത്തിലും 9-ാം അധ്യായം 21-ാം വാക്യത്തിലും ദാനിയേലിന്റെ അടുക്കൽ വന്ന് അന്ത്യകാല സംഭവങ്ങളെ ഗ്രഹിപ്പിക്കുന്ന ഗബ്രിയേലിനെ നമുക്ക് കാണാം. And in the book of Daniel, chapter 8:16 and chapter 9, verse 21, we find Gabriel coming and revealing the things of the end times to Daniel. ദൈവത്തിന്റെ സന്ദേശം അതത് സമയത്ത് മനുഷ്യരോട് അറിയിക്കുവാനായി ദൈവം തന്റെ ദൂതന്മാരെ ഉപയോഗിച്ചിരുന്നു. God used his angels to bring his word at the right time to the right people. ഈ ഭാഗത്തു നിന്നും നാം കുറിക്കൊള്ളേണ്ട ചില സത്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. And from all of these portions, I would like to tell you about some truths that we should be aware of. ദൈവവചനം സമ്പൂർണമായി നമുക്ക് ലഭിച്ച ശേഷം ഇപ്രകാരമുള്ള ദൂതശബ്ദത്തിനായോ അല്ലെങ്കിൽ ദൂതന്റെ വരവിനായോ നാം കാത്തിരിക്കാൻ ആവശ്യമില്ല. After receiving the word of God in the complete form, we do not need to wait for any other messenger in the form of an angel approaching us. നമുക്ക് ആവശ്യമായത് നമ്മോട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും സമ്പൂർണമായി പൂർണ്ണ അളവിൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കെ. To talk to us and to communicate to us, God has given us his word in the complete form. He has given that to us. രക്ഷിക്കപ്പെടാനുള്ള ദൈവിക ദൂത് അറിയിക്കേണ്ടത് രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയുമാണ്. അവരെയാണ് ദൈവം ഈ ദൗത്യം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. And we see the message of the gospel, which needs to be spread and communicated. That responsibility has been given to all the believers on this earth. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്കറിയാം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. In the gospel according to Mark chapter 16 verse 15, there we can read Jesus saying, go into all the world and preach the gospel to every creature. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പനയാണ്. This is a commandment given to us by the God of the heaven. അവന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരായി ഇന്ന് നമുക്ക് തീരാം. ഇന്ന് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി നമുക്ക് തീരാം. Let us be the angels who hear his word and obey it. Let us be the angels who listen to his word and do as he says. രണ്ടാമതായി സകല സത്യത്തിലും വഴി നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. And also to lead us in all truth, God has given us his spirit already. ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. In the gospel according to John 16:13, we see that the spirit of God continually dwells in us. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ചെയ്യുന്ന മനോഹരമായ പ്രവൃത്തികൾ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. When we read 1 Corinthians chapter 2 verse 10, we find the amazing works that the Spirit of God does inside us. സകലവും തെളിയിക്കുവാൻ, സകലവും വെളിപ്പെടുത്തുവാൻ, സകലവും ഗ്രഹിപ്പിക്കുവാൻ
സകലവും വിവേചിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോടുകൂടെയുണ്ട്. ഇതെല്ലാം ആ ഭാഗത്തെ വാക്കുകളാണ്. And in that portion, we see to reveal everything to us, to make us understand, to help us discern. For all of these functions, the Spirit of God has been given to us. ആകയാൽ ഇന്ന് നാം ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ മതി. പുതിയൊരു സന്ദേശത്തിനായി, ദൂതന്റെ ശബ്ദത്തിനായി കാത്തിരിക്കാൻ ആവശ്യമില്ല. Therefore, it is sufficient for us to live in submission to the word, to the Spirit of God. We do not need to wait for another message from an angel. മൂന്നാമതായി, ഈ കൃപായുഗത്തിൽ ദൈവസഭയുടെ ഔന്നത്യമാണ് ദൈവിക സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. And also in this period, the grace period, it is the responsibility of the Church of God to give the message of the gospel to more people. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക. And 1 Peter chapter 2 verse 9 tells us that you may proclaim the praises of him who called you out of darkness into his marvelous light. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും ദൈവസഭയുടെ ഉത്തരവാദിത്വം അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. In the book of Acts, in chapter 1:8, we find the same thing again. ദൈവിക ദൂത്, ദൈവിക സന്ദേശങ്ങൾ അപ്പോൾ മറ്റു വിശ്വാസികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് ദൈവസഭയുടെ ഉത്തരവാദിത്വമാണ്, പങ്കാണ്. It is a responsibility of the church to give this information, to give the message of the gospel to more and more people. രണ്ടാമതായി, ദൂതന്മാരുടെ ശുശ്രൂഷയിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത് അവരുടെ പ്രതിരോധവും സംരക്ഷണവും ആണ്. And in the list of ministries which the angels do, we also see things mentioned about their protection. അല്ലെങ്കിൽ പട്ടാള വകുപ്പ് ദൈവം ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. We can also see what we mean by this is that some of their functions are similar to what we call a military. യുദ്ധം ചെയ്യൽ മാത്രമല്ല, അതോടൊപ്പം സംരക്ഷണവും നൽകുവാൻ ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. So what we mean by this is that angels are not only given the task of fighting, they are also given the task of protecting or safeguarding someone or something. നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്. സങ്കീർത്തനം 84:1 അത് വെളിപ്പെടുത്തുന്നു. Our God is the Lord of hosts. Psalms 84:1 tells us. 2 പത്രോസ് 2:11 അടിസ്ഥാനത്തിൽ ബലവും ശക്തിയേറിയ ദൂതന്മാരുടെ വലിയ സൈന്യം ദൈവത്തിനുണ്ട്. According to 2 Peter chapter 2 verse 11, we can read that angels, we can see that angels were greater in power and might. God has a host, God has an army of them. ഈ സൈന്യത്തിന്റെ തലവൻ മിഖായേലാണെന്നും നമുക്കറിയാം. And we also know that the head of this unit is Michael. യൂദയുടെ ലേഖനം 9-ാം വാക്യം ഞാൻ വായിക്കട്ടെ. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇതിൽ നിന്നും പ്രധാന ദൂതൻ മീഖായേലാണെന്ന് നമുക്കറിയാം. In the book of Jude chapter verse 9, we can read, yet Michael the archangel in contending with the devil. And we see the title archangel being used for Michael. മോശയുടെ ശരീരത്തിനായി തർക്കിച്ച് വാദിക്കുന്ന പിശാചിനെ ഭത്സിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെടുന്നത് മീഖായേലിനെയാണ്. So we see Michael disputing with the devil about the body of Moses. And we find for this task, Michael was sent by God. മീഖായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ പോലെ ആരുള്ളൂ. And the meaning of the word Michael is who is like God. ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം മീഖായേലിനെ ഉപയോഗിക്കുന്നുണ്ട്.
God uses Michael to do many things for the glory of God. ഭാവിയിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി അവരെ തോൽപ്പിക്കുന്ന ആ കാഴ്ച നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. In the book of Revelations, chapter 12, from verse 7 to 10, we can find Michael fighting against the serpent and prevailing. സാത്താനെയും അവന്റെ ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളയേണ്ടതിന്റെ ഉത്തരവാദിത്വം ആ ചുമതല മീഖായേലിനെയും ദൂതന്മാരെയുമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. Also the task of putting all the angels who rebelled out of heaven, this task was given or handed over to Michael and his angels. അതിനേക്കാൾ ഉപരിയായി നമുക്ക് ഏറെ സന്തോഷവും അറിയാവുന്നതുമായ ഒരു വസ്തുതയാണ് കർത്താവിന്റെ 2-ാം വരവിങ്കൽ സഭ എടുക്കപ്പെടുമ്പോൾ സഭയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നതും മീഖായേലാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ മീഖായേലിന്റെ ശബ്ദത്തോടു കൂടെ ആയിരിക്കും ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. Also in the book of Thessalonians, repeat you. 1 തെസ്സലോനിക്കർ 4-ന്റെ 16-ാം വാക്യത്തിൽ കർത്താവിന്റെ 2-ാം വരവിങ്കൽ സഭ എടുക്കപ്പെടുമ്പോൾ സഭയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നത് മീഖായേലാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, ഇപ്പോൾ മീഖായേലിന്റെ ശബ്ദത്തോടു കൂടെയാണ് ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. We can read in 1 Thessalonians 4:16, for the Lord himself will descend from heaven with a shout, with the voice of an archangel, and with the trumpet of God. So here we can find that God will be returning during his second coming. We see the voice of archangel, who is Michael. മാത്രമല്ല ദൈവമക്കളെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് ദൂതന്മാരാണ്. And also it is the angels who protect and say and keep the believers safe. എന്നെ അത്ഭുതപ്പെടുത്തിയ വാക്യം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ സേവകാത്മാക്കളായി ദൂതന്മാർ നിയോഗിക്കപ്പെടുകയാണ്. And what really amazed me was this verse, which is Hebrews chapter 1 verse 14. Are they all not ministering spirits sent forth to minister for those who will inherit salvation? So these were appointed even before we were saved. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗാരോഹണം നടക്കുമ്പോൾ മാത്രമല്ല, ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോഴും നാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ദൈവദൂതന്മാരുടെ വലിയ സംരക്ഷണവും കരുതലും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൂതന്മാരെ അതിന് ദൈവം നിയോഗിച്ചിട്ടുണ്ട്. So we see not only during the second coming, but as long as we live on this earth, we see that the angels have been commanded and put in charge regarding our safety and for our protection. നമുക്ക് ഏറെ ആശ്വാസം നൽകുന്ന സങ്കീർത്തനങ്ങളാണല്ലോ സങ്കീർത്തനം 90-ഉം 91-ഉം. 90-ാം സങ്കീർത്തനത്തിൽ യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. So we see the chapters 90 and 91 of Psalms. They are a portion which gives us immense comfort, and they tell us that the angels of the Lord have they protect the believers or those who fear the Lord. സങ്കീർത്തനം 91-ന്റെ 11-ൽ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. And in Psalms 91 verse 11 we can read, for he shall give his angels charge over you to keep you in all your ways. നമ്മുടെ ഈ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് ദൂതന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംരക്ഷണ ചുമതല ദൈവം ദൂതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ കാക്കുവാൻ ദൂതന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ ഭാഗ്യകരമായ പദവിയിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിട്ടുള്ളത്. So even though we cannot see angels around us, we cannot see them with our naked eyes, but still it is such comfort knowing that they have been appointed, they are around us to protect us and keep us safe. ഭാവിയിൽ
പുതിയ യെരൂശലേമിന്റെ 12 ഗോപുരങ്ങളിലും 12 ദൂതന്മാരുണ്ട്. അവർ നഗരത്തിന്റെ കാവൽ പടന്മാരായി നിലകൊള്ളുന്ന ദൂതന്മാരാണ്. Also, we see in the city of New Jerusalem, we find 12 angels who will be keeping the city safe at 12 posts. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. ആ വലിയ സംരക്ഷണവും കരുതലും ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. മാത്രമല്ല, ഈ സംരക്ഷണം ഭാവിയിലും നിത്യതയോളം തുടരുന്ന ഭാഗ്യകരമായ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൂതന്മാരുടെ സംരക്ഷണവും കരുതലും ആ പ്രതിരോധവും നമുക്ക് വേണ്ടി ദൈവം വേലി ചുറ്റി അത് കാത്തിട്ടുണ്ട് എന്നുള്ളത് ഈ വാക്യങ്ങളിലൂടെ വ്യക്തമാക്കുന്ന വസ്തുതയാണ്. So we see that the angels have been appointed to take care of us. They protect us, they keep us safe. We are indeed very lucky and chosen to enjoy this not only during our time on earth, but also in eternity in the future. മൂന്നാമതായി, സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ദൂതന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. Thirdly, we find angels who conduct surveillance, we can say. നമുക്ക് സംരക്ഷണവും പ്രതിരോധവും തീർക്കുന്നു എന്ന് മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ ജീവിതം, ശുശ്രൂഷ, പ്രവൃത്തി ഇത് ദൂതന്മാർ ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന വസ്തുതയാണ്. The fact that not only they protect us and they take care of us, but they also observe and evaluate the ministries and our life as believers what we do. It is evident to us in the Word of God. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. In the Gospel according to Matthew, chapter 18, verses 10 and 11, we can find that. അത് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. And that portion tells us, take heed that you do not despise one of these little ones. For I say to you that in heaven their angels always see the face of my Father who is in heaven. കർത്താവ് പറയുന്ന കാര്യമാണ്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. Jesus warns us and tells us not to despise one of these little ones. കാരണം എന്താണ്? And what is the reason for that? സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു, അതുകൊണ്ടാണ്. Because Jesus says that their angels are continually seeing the face of my Father. ഈ വാക്യത്തിൽ നിന്നും 4 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. And I'd like to tell you 4 things from this verse. കർത്താവ് നേരിട്ട് പറയുന്ന കാര്യമാണിത്. This is a thing which Jesus tells to us by himself. കർത്താവ് ഈ പറയുന്നതിന്റെ ആധികാരികത വളരെ വ്യക്തമാണ്. And whatever Jesus told us here, the authenticity of that is very clear. ഞാൻ എന്റെ എല്ലാ അധികാരത്തോടും കൂടെയാണ് പറയുന്നത്, ഞാനാണ് പറയുന്നത്. Jesus tells us that I am the one with all my authority who is telling you this. രണ്ടാമത്തെ കാര്യം, ചെറിയവനെന്ന് നിനക്ക് തോന്നുന്ന, നിസാരനായി നിനക്ക് തോന്നുന്ന ഒരുവനും ദൈവത്തിന് വിലപ്പെട്ടവനാണ്. Jesus tells us that anybody who you think is little or less is somebody who is very valuable to God. ഒരുപക്ഷെ നിനക്ക് ഒരു വ്യക്തി ചെറിയവനാണ്, കുറഞ്ഞവനാണ് എന്നായിരിക്കാം നിന്റെ വിചാരം. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് അവൻ ഏറ്റവും വിലപ്പെട്ടവനാണ്. വലിയ വില കൊടുത്താണ് അവനെ സ്വന്തമാക്കിയിട്ടുള്ളത്. Jesus tells us that you may look at a person and think that he is less in your eyes. He is not of much value, but he is somebody who was redeemed and brought by a great price by God. കൊടുത്ത വില അത്രയ്ക്കുന്നതമാണ്. And the price which was paid for this person was great.
അതുകൊണ്ട് നീ ഒരുത്തനെ തുച്ഛീകരിക്കരുത്. And therefore you should not despise anyone. മൂന്നാമത്തെ കാര്യം, കുറഞ്ഞ പക്ഷം ഓരോ വിശ്വാസിക്കും 2 ദൂതന്മാരുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. Jesus tells us that, which is our third point, that at the minimum, every believer has 2 angels. സ്വർഗത്തിൽ അവരുടെ ദൂതൻ എന്നല്ല, അവരുടെ ദൂതന്മാർ എന്നാണ്, ബഹുവചനത്തിലാണ് ആ പദപ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത്. This portion tells us, for I say to you that in heaven there are angels. So it means it's plural. So we can conclude it's more than one. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആരെയും നിസാരനായി കാണരുത്, കണക്കാക്കരുത്, തുച്ഛീകരിക്കരുത്. തുച്ഛീകരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം വില കുറഞ്ഞവനായി കാണുക എന്നാണ്. So we can say, believers, that let us not look at anybody and despise them. The meaning of the word to despise is to consider them as of lesser value. നിന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നേ എണ്ണാവൂ. You should only think of them as somebody greater than you. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളണം. Therefore take care. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നത്, ഈ ചെറുവിരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. Therefore the word of God tells us that you may take heed that you do not despise one of these little ones. കാരണം അവനുമുണ്ട് ദൂതന്മാർ, അവന്റെ ദൂതന്മാർ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. Because they too have angels, and their angels see the face of the God of the heaven. സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ദൂതന്മാർ. So angels who carefully observe. തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവം നമുക്ക് ഏവർക്കും സമൃദ്ധിയായ ദൈവകൃപ നൽകുമാറാകട്ടെ. Let us look at more about this topic in the coming classes, and may God bless us greatly.